NIOS പരീക്ഷ കഴിഞ്ഞാൽ അതിലെ മാർക്ക് നമുക്ക് ടോട്ടൽ മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 കോളം, അതായത് NIOS മാർക്ക് ഷീറ്റിലുള്ള 3 കോളത്തിനെ കുറിച്ച് മനസ്സിലാക്കണം. അതിൽ ഒരു കോളം TMA ആണ്, മറ്റൊരു കോളം തിയറി എക്സാമിൻ്റെതാണ്, ദെൻ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ. അതായത് ഈ 3 കോളത്തിലും ആഡ് ആവുന്ന നിങ്ങളുടെ മാർക്ക് ആഡ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ടാണ് അല്ലെങ്കിൽ ടോട്ടൽ മാർക്സിലേക്ക് നമ്മൾ വരുന്നത്. ഫോർ എക്സാമ്പിൾ TMA എല്ലാ സബ്ജക്റ്റിനും നമ്മളൊരു ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓൾറെഡി ഇപ്പൊ 2026 ഒക്ടോബർ ബാച്ചിൽ അഡ്മിഷൻ എടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ TMA ഒക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. അത് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെ. അതേപോലെ തന്നെ ഈ TMA നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ എഴുതി സിസ്റ്റമാറ്റിക് ആയിട്ട് എഴുതി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 മാർക്ക് കിട്ടും. അത് മാത്രം മതിയോ നമുക്ക് NIOS പാസ്സാവാൻ? പറ്റില്ല. ദെൻ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ട്, പക്ഷെ അത് എല്ലാ വിഷയത്തിനും ഇല്ല. ചില വിഷയങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതൊരു ഫയൽ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്ത് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനും 20 മാർക്കാണ്. ഇനിയാണ് നമ്മുടെ തിയറി എക്സാമിനേഷനിലേക്ക് വരുന്നത്. എല്ലാ പേപ്പറിൻ്റെയും തിയറി എക്സാമിനേഷനിൽ നിങ്ങൾ നിശ്ചിത മാർക്ക് നിർബന്ധമായിട്ടും വാങ്ങിയിരിക്കണം. ഇപ്പൊ 70 മാർക്ക് അല്ലെങ്കിൽ 80 മാർക്കിനാണ് നിങ്ങളുടെ എക്സാമിനേഷനിൽ യു ഹാവ് ടു റൈറ്റ് യുവർ ആൻസേഴ്സ് ഫോർ 24 മാർക്സ്. 24 മാർക്കിന് വേണ്ടി നിങ്ങൾ എഴുതിയേ മതിയാവൂ അല്ലെ. അപ്പൊ ഇവിടുന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? TMAയും പ്രാക്ടിക്കൽ എക്സാമിൻ്റെയും അതേപോലെ തന്നെ നിങ്ങളുടെ തിയറി മാർക്കും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടോട്ടൽ മാർക്ക് കിട്ടും. ആ ടോട്ടൽ മാർക്കാണ് നിങ്ങൾ പാസ്സായോ അല്ലയോ എന്ന് കൺഫേം ചെയ്യുന്നത്. അപ്പൊ ഇത് പലർക്കും അറിയില്ല. പലരും തിയറി എക്സാമിനേഷൻ ഇത്ര മാർക്ക് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഇത്ര മാർക്ക് എന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറുള്ളൂ. പക്ഷേ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു ഫ്ലോയിൽ പോകണം, അല്ലെങ്കിൽ ഇത് 3ഉം ആഡ് ചെയ്തിട്ടാണ് നമുക്ക് NIOSന്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഇപ്പൊ റീസെന്റ് 2026 ഏപ്രിൽ ബാച്ചിൽ പരീക്ഷ എഴുതിയിരിക്കുന്ന വിദ്യാർത്ഥികളുടെ മാർക്ക് ഷീറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ഇതേപോലൊരു 3 കോളം നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ എത്രത്തോളം മാർക്ക് അക്വയർ ചെയ്തിട്ടുണ്ട് നോക്കുക. അതിൽ ഏതെങ്കിലും മാർക്ക് കുറവാണെങ്കിൽ അത് നിങ്ങൾ ഫെയിൽ ആവാനുള്ള ചാൻസ് കൂട്ടിയിട്ടുണ്ടാകും. ഓക്കെ, സോ ലൈക്ക് ദിസ് നിങ്ങൾക്ക് NIOS റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയണം, അപ്ഡേഷൻസിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സംശയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നാണെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. വിൽ റീച്ച് ടു യു. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഇനി 6 മാസം കൊണ്ട് SSLC +2 കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും UG PG എന്നീ കോഴ്സുകൾ ചെയ്യാം. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം